അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. പരിശുദ്ധ റമദാൻ അവധി കഴിഞ്ഞ് മദ്രസകളും സ്ഥാപനങ്ങളെല്ലാം തുറന്നു. അല്ലാഹു തആല നാഫിയായ ഇൽമ് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് 3-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം എന്ന വിഷയത്തിലെ ആദ്യ അധ്യായമാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദർസുൽ അവ്വൽ. ഔഹാ റബ്ബുക ഇലൻ നഹൽ. അങ്ങയുടെ രക്ഷിതാവ് തേനീച്ചയ്ക്ക് സന്ദേശം നൽകി. നിങ്ങൾ തേൻ കുടിച്ചിട്ടുണ്ടോ? തേൻ നല്ല മധുരമാണ്. തേൻ എവിടെ നിന്ന് ലഭിക്കുന്നു? തേനീച്ചക്കൂട്ടിൽ നിന്നല്ലേ? തേനീച്ച ഒരു അത്ഭുത ജീവിയാണ്. നാനാവിധ പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് ഔഷധ ഗുണമുള്ള തേൻ അതുണ്ടാക്കുന്നു. അതിൻ്റെ കൂട് വലിയ അത്ഭുതമാണ്. ഏറ്റവും മെച്ചപ്പെട്ട മെഴുകുപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേൻ ഉൾക്കൊള്ളുന്ന അറകൾ അത് നിർമ്മിക്കുന്നു. വിദഗ്ധരായ എഞ്ചിനീയറെ തോൽപ്പിക്കുന്ന നിർമ്മാണം. തേനീച്ചയ്ക്ക് വഴി തെറ്റാതെ സഞ്ചരിക്കാൻ കഴിയും. പൂക്കൾ വിടരുന്ന സമയവും പൂക്കൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കണ്ടുപിടിക്കാൻ അതിനു സാധിക്കും. അവയുടെ കൂട് മികച്ച ഒരു ഭരണകൂടമാണ്. നേതാവും അനുയായികളും പരസ്പരം സഹകരിച്ചും ജോലി ചെയ്തും അച്ചടക്കത്തോടെ ജീവിക്കുന്നു. ഈ കൊച്ചു ജീവിക്ക് ഈ കഴിവെല്ലാം ആരു നൽകി? അല്ലാഹു തആലയാണ് അത് നൽകിയത്. അല്ലാഹു തആല പറയുന്നു, അങ്ങയുടെ രക്ഷിതാവ് തേനീച്ചയ്ക്ക് സന്ദേശം നൽകി. നീ മലമുകളിൽ കൂടുണ്ടാക്കുക, മരങ്ങളിലും അവർ നിർമ്മിക്കുന്നതിലും കൂടുകെട്ടുക. എല്ലാ ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിക്കുക. നിന്റെ നാഥൻ നിനക്ക് കീഴ്പ്പെടുത്തി തന്ന വഴിയിൽ നീ സഞ്ചരിക്കുക. തേനീച്ചയുടെ വയറ്റിൽ നിന്നും വിവിധ നിറത്തിലുള്ള പാനീയം പുറപ്പെടുന്നു. അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്. നിശ്ചയം ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഇത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിലെ 68-69 ആയത്തുകളുടെ ആശയമാണ്. തേനീച്ചയെപ്പോലെ ഭൂമിയിൽ അനേകം ജീവജാലങ്ങളുണ്ട്. കടലിലും കരയിലും അന്തരീക്ഷത്തിലും വസിക്കുന്നവ. ഇവയെ എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എണ്ണിയാലൊടുങ്ങാത്ത താരങ്ങളുമെല്ലാം അവനാണ് പടച്ചത്. അല്ലാഹു തആല എല്ലാ നിലക്കും ഏകനാണ്. എല്ലാം അവനെ ആശ്രയിക്കുന്നു. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. അവന് കൂട്ടുകാരനില്ല. അവനെപ്പോലെ മറ്റൊന്നില്ല. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. കാരണം അവനാണ് സൃഷ്ടാവ്. അവനല്ലാതെ സൃഷ്ടാവില്ല. അവനല്ലാതെ പൂർണ്ണ അധികാരമുള്ളവനില്ല. എല്ലാ സൃഷ്ടികളും അവൻ്റെ അധികാരത്തിലാണ്. അവനുദ്ദേശിക്കാതെ ഒന്നും ഉണ്ടാവുകയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു തആലയല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു പറയുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലയുടെ ദൂതനാണെന്നും ഞാൻ മനസ്സിലുറപ്പിച്ചു പറയുന്നു. അല്ലാഹു അഹദ്. അല്ലാഹു തആല ഏകനാണ്. ഈ പാഠത്തിലൂടെ നാം പഠിച്ച കാര്യങ്ങൾ അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പിലുള്ള അത്ഭുതമാണ്. അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ചെറിയ ഒരു വിഭാഗമാണ് തേനീച്ച എന്ന് പറയുന്നത്. അതിൻ്റെ സൃഷ്ടിപ്പിൽ പോലും അല്ലാഹു തആല വലിയ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. നാം കാണുന്ന എല്ലാം അല്ലാഹു തആലയുടെ സൃഷ്ടികളാണ്. അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. അവന് മാത്രമാണ് ആരാധനക്കർഹൻ.
അവനല്ലാതെ മറ്റാർക്കും ഇവിടെ പൂർണ്ണ അധികാരമില്ല. അവൻ ഏകനാണ്, അവന് കൂട്ടുകാരില്ല. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ വർക്ക് നുഫക്കിറു വനജിദ്. 1. ആകാശലോകത്തെ സൃഷ്ടികൾ. അവിടെ ഉദാഹരണമായി സൂര്യൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ തുടങ്ങി ധാരാളം സൃഷ്ടികൾ ആകാശലോകത്തുണ്ട്. 2. കരയിലെ ജീവികൾ. ഉദാഹരണമായി ആട്, അതുപോലെ പശു, ഒട്ടകം, പൂച്ച, കോഴി, താറാവ് മുതലായ ധാരാളം ജീവികൾ കരയിൽ ജീവിക്കുന്നവ നമുക്കറിയാം. അടുത്തത് 3. കടലിലെ ജീവികൾ. ഉദാഹരണമായി മത്സ്യം അവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ആമ, ഞണ്ട്, നീരാളി, നീർനായ, മുതല തുടങ്ങി ധാരാളം ജീവികൾ കടലിൽ ജീവിക്കുന്നവയുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നസ്ഇലു വനഖറഉ. അവിടെ വൃത്തത്തിനുള്ളിൽ അല്ലാഹു തആല എന്നെഴുതിയത് കാണാം. ഉദാഹരണമായി ഏകനാണ് എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ ബാക്കി 4 വിശേഷണങ്ങൾ നാം ചേർത്ത് കൊടുക്കണം. നമുക്ക് ചേർത്ത് കൊടുക്കാം. സൃഷ്ടാവ്, അല്ലാഹു തആലയാണ് നമ്മുടെ സൃഷ്ടാവ്. എല്ലാം കാണുന്നവൻ, അല്ലാഹു തആല എല്ലാം കാണുന്നവനാണ്. ആരാധനക്കർഹൻ അല്ലാഹു തആല മാത്രമാണ്. അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനാണ്. ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് മൂന്നാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നഖറഉ വനഫ്ഹമു. നമുക്ക് വായിക്കാം, നമുക്ക് ഗ്രഹിക്കാം. നഹ്ലത്തുൻ തേനീച്ച, സമറത്തുൻ ഫലം, ബൈത്തുൻ കൂട്, ജബലുൻ മല, ഷജറത്തുൻ മരം, അസലുൻ തേൻ, ഷിഫാഉൻ ശമനം, ആയത്തുൻ ദൃഷ്ടാന്തം, ഷറാബുൻ പാനീയം, നഖ്ലത്തുൻ ഈത്തപ്പന. മൂന്നാം വർക്കിലെ രണ്ടാം ഭാഗം ബി. വിദഗ്ധൻ, കഴിവുള്ളവൻ, അച്ചടക്കം, നിയമത്തിനനുസരിച്ച് ജീവിക്കൽ, ദൃഷ്ടാന്തം തെളിവ്, നിരാശ്രയൻ, മറ്റാരെയും ആശ്രയിക്കാത്തവൻ. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. നുജീബ്. 1. അല്ലാഹു തആല മാത്രമാണ് ആരാധനക്കർഹൻ. കാരണമെന്ത്? ഉത്തരം: അവനല്ലാതെ സൃഷ്ടാവില്ല. അവനല്ലാതെ പൂർണ്ണ അധികാരമുള്ളവനില്ല. എല്ലാ സൃഷ്ടികളും അവൻ്റെ അധികാരത്തിലാണ്. അവൻ ഉദ്ദേശിക്കാതെ ഒന്നും ഉണ്ടാവുകയില്ല. 2. അല്ലാഹു തആലയുടെ 5 വിശേഷണങ്ങൾ എഴുതുക. ഉത്തരം: അല്ലാഹു തആല എല്ലാ നിലക്കും ഏകനാണ്. എല്ലാം അവനെ ആശ്രയിക്കുന്നു. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. അവന് കൂട്ടുകാരനില്ല. 3. നാം ചെയ്യുന്ന 5 ആരാധനകളുടെ പേരെഴുതുക. ഉത്തരം: നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇഅ്തികാഫ്. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. 5. നുഇദ്ദു ഫിഖറ. പാരഗ്രാഫ് തയ്യാറാക്കാനാണ്. 1. തേനീച്ചയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ഉത്തരം: തേനീച്ച ഒരത്ഭുത ജീവിയാണ്. നാനാവിധ പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് ഔഷധ ഗുണമുള്ള തേൻ അതുണ്ടാക്കുന്നു. അതിൻ്റെ കൂട് വലിയ അത്ഭുതമാണ്. ഏറ്റവും മെച്ചപ്പെട്ട മെഴുകുപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേൻ ഉൾക്കൊള്ളുന്ന അറകൾ അത് നിർമ്മിക്കുന്നു. വിദഗ്ധരായ എഞ്ചിനീയറെ തോൽപ്പിക്കുന്ന നിർമ്മാണം. തേനീച്ചക്ക് വഴിതെറ്റാതെ സഞ്ചരിക്കാൻ കഴിയും. പൂക്കൾ വിടരുന്ന സമയവും
പൂക്കൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കണ്ടുപിടിക്കാൻ അതിന് സാധിക്കും. അവയുടെ കൂട് മികച്ച ഒരു ഭരണകൂടമാണ്. നേതാവും അനുയായികളും പരസ്പരം സഹകരിച്ചും ജോലി ചെയ്തും അച്ചടക്കത്തോടെ ജീവിക്കുന്നു. 2. ഉറുമ്പുകളെ നിരീക്ഷിച്ച് A4 പേപ്പറിൽ ഒരു കുറിപ്പെഴുതുക. നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. സാമൂഹിക ജീവിതം നയിക്കുന്ന ചെറിയ ജീവികളാണ് ഉറുമ്പുകൾ. കൂടുമാറുന്നതും ഇര തേടുന്നതും ഒന്നിച്ചാണ്. തൻ്റെ ശരീരഭാരത്തേക്കാൾ ഭാരമേറിയ വസ്തു ചുമക്കാൻ ഉറുമ്പുകൾക്ക് സാധിക്കും. മധുരമുള്ളവയോടാണ് കൂടുതൽ താൽപ്പര്യം. ഇതോടെ 1-ാം അധ്യായത്തിലെ തദ്രീബാത്ത് നാം പൂർത്തിയാക്കി. നാഥൻ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.